സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഞങ്ങളുടെ മക്കൾക്ക് വിവാഹം നടത്തുവാൻ ആഗ്രഹിക്കുന്നു, അതിനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് വേണ്ടി എൻ്റെ മാതാപിതാക്കൾ വിവാഹ ആലോചനകൾ നടത്തുന്നുണ്ട് എന്ന് പറയുന്നവർ ഇവിടെയുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്താമോ? ഈ ദിവസങ്ങളിൽ വിവാഹ കാര്യങ്ങളിൽ അനേകം ആളുകൾ ശരിയായ ആസൂത്രണങ്ങൾ ചെയ്യാതെ, ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയാതെ, ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്നവർ ഉണ്ട്. വിവാഹ ബന്ധങ്ങൾ ശരിയായി വരുന്നില്ല, ആലോചനകൾ നടക്കുന്നില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്നു. പല സ്ഥലങ്ങളിലും ഞാൻ പോയപ്പോൾ അനേകം ആളുകൾ പറഞ്ഞതായ പ്രാർത്ഥനാ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് നോക്കിയാൽ, എൻ്റെ മകൻ്റെ വിവാഹം നടത്താൻ ആഗ്രഹിക്കുന്നു, ചേരുന്ന ഒരു പെൺകുട്ടിയെ ലഭിക്കുന്നില്ല. അതുമാത്രമാണെങ്കിൽ കുഴപ്പമില്ല. എൻ്റെ പെൺകുട്ടി വിവാഹം കഴിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, അനുയോജ്യനായ ഒരു പയ്യനെ കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളുടെ മധ്യത്തിൽ തന്നെ മകനെ വിവാഹം കഴിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുണ്ട്, മകളുടെ വിവാഹം നടത്തുവാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുണ്ട്. വിശ്വാസികളുടെ ഇടയിൽ തന്നെ വിശ്വാസിയായിരിക്കുന്നതായ ഒരു പയ്യൻ വേണം, വിശ്വാസിയായിരിക്കുന്നതായ ഒരു മകൾ വേണം എന്ന് പറഞ്ഞ് അന്വേഷിക്കുന്നതായ അനേകം ആളുകളെ കാണാൻ കഴിയും. എന്നാൽ അവർക്ക് കണ്ടുപിടിക്കുവാൻ കഴിയുന്നില്ല. ലോകപ്രകാരം ഇന്ന് ഒരുപാട് മാര്യേജ് ബ്യൂറോസ് ഒക്കെ വരുന്നുണ്ട്. അവിടെ ചെന്ന് തിരഞ്ഞെടുത്തുകൂടായോ? ഇതെന്തൊരു ജോലിയാണോ നോക്കാൻ? വിവാഹമെന്നത് ഒരു ജോലിയാണോ? 2 വർഷത്തെ കരാറാണോ? പറയുക, നാം ജോലിക്ക് കയറുകയാണെങ്കിൽ 2 വർഷത്തെ എഗ്രിമെൻ്റ് എഴുതി സൈൻ ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ 2 വർഷത്തിന് വിസ കൊടുക്കാനിടയാകും. എന്നാൽ വിവാഹം പണ്ടുള്ള പിതാക്കന്മാർ 100 വർഷം ഒരുമിച്ച് താമസിച്ചിരുന്നു. ജീവിതകാലം മുഴുവനും ഒരുമിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരു പ്രധാനപ്പെട്ടതായ വിഷയമാണിത്. സാധാരണ ഇങ്ങനെയൊരു ചൊല്ലുണ്ട്, മാര്യേജസ് ആർ മെയ്ഡ് ഇൻ ഹെവൻ. വേദപുസ്തകത്തിൽ പറയുന്നു, വിവാഹം എല്ലാ വിഷയങ്ങളിലും വച്ച് ശ്രേഷ്ഠമായതാണ്, മഹത്വമേറിയതാണ്, വലിയതാണ്, വിശുദ്ധമായതാണ്, ശ്രേഷ്ഠമേറിയതാണ്. വിവാഹം എന്നത് മനുഷ്യൻ ഏർപ്പാട് ചെയ്തത് അല്ല. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞ് തക്കതായ തുണയായി ഇരിക്കേണ്ടതിന് സ്ത്രീയെ സൃഷ്ടിച്ച് ആദ്യമായി വിവാഹം നടത്തിക്കൊടുത്തത് ഭൂമിയിൽ ആരാണ്? സകല ലോകത്തെയും സൃഷ്ടിച്ചതായ സർവശക്തനായ ദൈവമാകുന്നു. വിവാഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഫലഭൂയിഷ്ടമുള്ളതാക്കി മാറ്റുന്നു. അതേ വിവാഹത്തിൽ തെറ്റായ ചുവട് വെച്ചാൽ ജീവിതം തകരുവാനും ഇടയാകും. ശരിയാക്കാൻ പറ്റാത്ത തെറ്റെന്തെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചാൽ അത് ദൈവഹിതത്തിന് പുറത്ത് ചെയ്യുന്നതായ വിവാഹ ബന്ധങ്ങളാണ്. ദൈവത്തിൻ്റെ ഹിതത്തിന് വിരോധമായിട്ട്, ദൈവത്തിൻ്റെ ഹിതം കൂടാതെ വിവാഹം നടത്തുമ്പോൾ, ദൈവഹിതത്തിനെതിരായി നീ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നിന്റെ പ്രശ്നങ്ങൾക്ക് എത്രമാത്രം നീ റിപ്പയറുകൾ നടത്തിയാലും, എന്തെല്ലാം പരിശ്രമങ്ങൾ നടത്തിയാലും അത് മറയുകയില്ല. അതുകൊണ്ട് തന്നെ എല്ലാറ്റിലും വളരെ ശ്രേഷ്ഠമായ വിവാഹ കാര്യത്തിൽ നീ വളരെ ശ്രദ്ധ വഹിക്കേണ്ടതാണ്. നമുക്കൊരു ബെസ്റ്റ് വിവാഹം എന്നത് ദൈവഹിതപ്രകാരം നടക്കുന്ന ഒരു വിവാഹം എങ്ങനെയാകുന്നു എന്ന് ചോദ്യം വരുമ്പോൾ, അബ്രഹാമിൻ്റെ മകനായിരുന്ന ഇസഹാക്കിൻ്റെ വിവാഹത്തെക്കുറിച്ച് ഓർക്കുക. ഇസഹാക്ക് നല്ല ഒരു സുന്ദരനായ യൗവനക്കാരനായിരുന്നു. ആ യൗവനപ്രായത്തിലെത്തി അപ്രതീക്ഷിതമായി ഇസഹാക്കിൻ്റെ മാതാവായ സാറ മരിക്കാനിടയായി. ആ ഭവനത്തിൽ അബ്രഹാമും ഇസഹാക്കും മാത്രമേ ഉള്ളൂ, സ്ത്രീ ഇല്ല. ഒരു വീട്ടിൽ അമ്മയുടെ സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. വീട്ടിൽ ഒരു ഭാര്യ എത്രയോ അത്യാവശ്യമാണ്. ഒരു വീട്ടിൽ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ആ വീടിന് ഐശ്വര്യമുണ്ട്. അത് ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ആ കുറവുണ്ടായിരുന്നു. സാറ ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ തൻ്റെ മകൻ്റെ വിവാഹം നടത്തണം എന്നുള്ള ചിന്ത വന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു കഴിഞ്ഞ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ മാതാപിതാക്കൾ വിചാരിക്കും അവർ വിവാഹം നടത്തി കൊടുക്കണമെന്ന്. എന്നാൽ ചില മാതാപിതാക്കൾ അങ്ങനെ ചെയ്യില്ല. പ്രായമായതുകൊണ്ട് വിവാഹം നടത്താമെന്നാണ് അവർ വിചാരിക്കുന്നത്. പ്രായമായതുകൊണ്ട് മകൻ്റെ വിവാഹം നടത്തണം, മകളുടെ വിവാഹം നടത്തി കൊടുക്കണം
എന്നവർ ചിന്തിക്കുകയല്ലാതെ ഒരു കുടുംബജീവിതം അവർക്ക് നയിക്കുവാനുള്ള പ്രാപ്തിയുണ്ടോ? ഭാര്യയെ പുലർത്തുവാൻ കഴിയുമോ? ഭർത്താവുമായി ചേർന്ന് നിന്ന് ഒരു കുടുംബത്തെ കെട്ടിപ്പടുക്കുവാൻ കഴിയുമോ? ആ രീതിയിലേക്ക് എൻ്റെ മകൾ വളർന്നിട്ടുണ്ടോ? ആ രീതിയിലേക്ക് എൻ്റെ മകനെ ഞാൻ ഒരുക്കിയിട്ടുണ്ടോ എന്നുള്ളതായ ചിന്തകൾ ഇല്ലാതെ, ഒരു ജാഗ്രതയും ഇല്ലാത്തവരായി, ഉത്തരവാദിത്തമില്ലാത്തവനായിട്ട്, ഒരു കടമയും ചെയ്യാതെ ജീവിക്കുന്ന സ്ത്രീയെയാകട്ടെ പുരുഷനെയാകട്ടെ വിവാഹം കഴിപ്പിക്കണമെന്നുള്ളതായ ആലോചന ശരിയായതല്ല. അവരെ വീണ്ടും വലിയ പ്രശ്നത്തിലേക്ക് തള്ളിവിടുക എന്നതല്ലാതെ, നിങ്ങളുടെ കുടുംബത്തിലും പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക എന്നതല്ലാതെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ വിവാഹത്തിന് അനുയോജ്യമായ പക്വത എത്തിയില്ല എങ്കിൽ, അവർക്ക് വയസ്സായെന്നും പറഞ്ഞ്, അല്ലെങ്കിൽ അവർക്ക് ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ കാരണം പറഞ്ഞ് വിവാഹം കഴിപ്പിക്കുക എന്നത് ദൈവത്തിൻ്റെ ഹിതപ്രകാരം അല്ല. എൻ്റെ അടുക്കൽ വന്ന അനേകം ആളുകളും പറയാറുണ്ട്, എൻ്റെ അമ്മയ്ക്ക് ജോലി ചെയ്യാൻ ആരോഗ്യമില്ല ഇപ്പോൾ, അതുകൊണ്ട് എന്നോട് വിവാഹം കഴിക്കാൻ പറയുന്നു. അതെന്താണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ മാതാവിന് ആഹാരം പാകം ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ആഹാരമൊക്കെ വെക്കേണ്ടതിന് എന്നോട് വിവാഹം കഴിക്കാൻ വേണ്ടി പറയുന്നു. ഇന്നുള്ളതായ പെൺകുട്ടികൾ ആഹാരം പാകം ചെയ്യുമോ? അതും കൂടാതെ അമ്മായിയമ്മയ്ക്ക് വിളമ്പിക്കൊടുക്കുമോ? അവസാനം ഈ അമ്മയ്ക്ക് മരുമകൾക്കും ഭക്ഷണം വെച്ച് കൊടുക്കേണ്ടി വരും. പാവം. എന്താണ്? ഒരു പണിക്കാരിയെ കിട്ടേണ്ടത് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കരുത്. അതൊരിക്കലും സംസ്കാരമല്ല. ആഹാരം വെച്ച് തരേണ്ടതിന് വേണ്ടിയോ, വീട്ടിലെ പണികളൊക്കെ ചെയ്യേണ്ടതിനോ, ഒരു വീട്ടിലേക്ക് ഒരു മരുമകളെ കൂട്ടിക്കൊണ്ടുവരണം എന്നുള്ളതായ ആലോചന തെറ്റായ ആലോചനയാണ്. ചില ആളുകൾ പറയാറുണ്ട്, എൻ്റെ മോനാണ്, ഒരു അനുസരണമില്ലാതെ താന്തോന്നിയെ നടക്കുകയാണ്, ഇവനെ ഒരു മര്യാദ പഠിപ്പിച്ചെടുക്കണമെന്ന് പറയുകയാണ്. എങ്ങനെ മര്യാദ പഠിപ്പിക്കുവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതൊന്നുമല്ല, അവനെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി ചിന്തിക്കുന്നു. നിങ്ങൾ കാളകളെ കണ്ടിട്ട് വെളിയിൽ കൂടെ നടക്കുന്ന കാളയെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ കഴുത്തിലൊരു വടി വെച്ച് കെട്ടും. പിന്നീട് അത് ഓടുവാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ വടി തടസ്സമായി നിൽക്കുന്നതുകൊണ്ട് അതിന് ഓടുവാൻ കഴിയുകയില്ല. അതുപോലെ മക്കൾ കറക്കം നിർത്താൻ വേണ്ടി വിവാഹം കഴിപ്പിക്കാൻ തുടങ്ങും. ഒരുവൻ മാനസാന്തരപ്പെട്ട് ഇങ്ങനെ സാക്ഷ്യം പറയുകയാണ്, എനിക്ക് വിവാഹത്തിൻ്റെ മുൻപ് പരസ്ത്രീയുടെ അടുക്കൽ പോകുന്ന കാര്യത്തിൽ, പാപം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് വളരെ ഭയമായിരുന്നു. വിവാഹത്തിന് ശേഷം എനിക്ക് എളുപ്പമായിരിക്കുന്നു, എൻ്റെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ആരും എന്നെ പരിഗണിക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ നടക്കാമെന്ന് പറയുന്നു. എന്താണ്? ശരീരത്തിൻ്റെ മോഹങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ കറങ്ങി നടക്കുന്നത് അവസാനിപ്പിക്കാനോ അല്ല കല്യാണം. അങ്ങനെയുള്ള വിവാഹത്തിൽ കൂടി കുടുംബ പ്രശ്നങ്ങൾ കൂടുതൽ ആവുകയല്ലാതെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഒരിക്കലും കുറയുകയില്ല. പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടില്ല. ഒരു വ്യക്തി യൗവനമോഹങ്ങളെ ജയിക്കാൻ കഴിയുന്നില്ല എങ്കിൽ കല്യാണം കഴിച്ചാൽ ജയിക്കാമെന്ന് വിചാരിക്കരുത്. അവന് യൗവനപ്രായത്തിൽ യൗവനമോഹങ്ങളെ ജയിക്കാൻ കഴിയാത്തവന് കല്യാണം കഴിഞ്ഞാലും വൃദ്ധനായാലും ശരി ആ മോഹങ്ങളെ ജയിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളതായ വ്യക്തികൾ ഒരുപാട് പേരുകളുണ്ട്. വിവാഹം വിശുദ്ധമായത് ആണ്. വിവാഹം എന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ ചേരുന്നതല്ല, രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ചേരുന്നതാണ്. ഇതൊരു വ്യക്തിപരമായ കാര്യമല്ല. എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ വിവാഹം കഴിക്കുന്നു എന്ന് ചിലർ പറയാറുണ്ടെന്ന്. നിന്റെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ നടക്കില്ല. വിവാഹം എന്ന് പറയുന്നത് മറ്റൊരു കുടുംബം ഉണ്ട്, ആ കുടുംബം നിന്റെ കുടുംബമായി ചേരുന്നു. വിവാഹത്തിന് ശേഷം ബന്ധുബലം വർദ്ധിക്കുന്നു, ഉത്തരവാദിത്തം കൂടുന്നു, നിന്റെ കുടുംബം വിസ്താരമാകുന്നു. അതുപോലെ തന്നെ വിവാഹം എന്നത് ഒരു സാമൂഹികമായ ഒരു വിഷയമാണ്. ഇത് സമൂഹത്തെ ബാധിക്കുന്ന വിഷയമാണ്. ഓരോരുത്തരും ഇഷ്ടപ്രകാരം അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ വിവാഹം ചെയ്താൽ അവരെ മനുഷ്യരെന്ന് വിളിക്കുവാൻ കഴിയില്ല. നായ്ക്കളെ നിങ്ങൾ നോക്കിയിട്ടില്ലേ? നായ്ക്കൾക്ക് കുടുംബമുണ്ടോ? പന്നികൾക്ക് കുടുംബമുണ്ടോ? നായ് കുടുംബത്തിൽ നായയുടെ കുട്ടികളെ പ്രസവിച്ച് അവരെ വെളിയിലേക്ക് പറഞ്ഞയക്കുമോ? പന്നിക്കുട്ടികളെ പന്നി കൊണ്ടുപോയിട്ട് LKGയിൽ കൊണ്ടുപോയി ചേർക്കുമോ? അതിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ തള്ളപ്പന്നി അങ്ങോട്ട് പോകും. ആ കുഞ്ഞുപന്നി അങ്ങനെ നിൽക്കും. അതിനടുത്തിൽ എൻ്റെ തള്ളയാരാണ്, എൻ്റെ ബന്ധുക്കൾ ആരാണെന്നൊന്നും അറിയത്തില്ല. അവർ ഒരുമിച്ച് ജീവിക്കുകയും ഇല്ല കുടുംബത്തിൽ. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ദൈവം നമുക്ക് വിശുദ്ധമായൊരു ബന്ധം നൽകിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്വരൂപം പൂർണ്ണമാകണമെങ്കിൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഉണ്ടാകണം. പുരുഷനെയും സ്ത്രീയെയും നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും ഉണ്ടാക്കുവാൻ കർത്താവ് അന്ന് തന്നെ തീരുമാനിച്ചു. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ചേർന്ന് കുടുംബം പണിയണം, അവർ അഭിവൃദ്ധിപ്പെടുകയും ചെയ്യണം. എന്നാൽ ഇന്ന് ഭാരതത്തിന് എത്ര ദുഃഖകരമായ അവസ്ഥയാണ്. പുരുഷനും വിവാഹം ചെയ്യാൻ കഴിയും എന്ന നിയമം കൊണ്ടുവന്നിരിക്കുന്നു. പല സ്ഥലങ്ങളിലും അങ്ങനെയുള്ള വിവാഹം നടക്കുന്നുവെന്ന് പറയുന്നു. രണ്ട് ആൺകുട്ടികൾ തമ്മിൽ എങ്ങനെയാണ് വിവാഹം കഴിക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ല. രണ്ട് പെൺകുട്ടികൾ തമ്മിൽ എങ്ങനെയാണ് വിവാഹം കഴിക്കുന്നത്? എങ്ങനെയാണ് അവരെങ്ങനെയാണ് സന്തോഷത്തോടെ ജീവിക്കുന്നത്? വിവാഹം എന്നത് ഇതൊരു സ്നേഹബന്ധമാണോ? വിവാഹം എന്നതൊരു ഫ്രണ്ട്ഷിപ്പ് അല്ല. വിവാഹം എന്നത് ലൈംഗിക കാര്യങ്ങൾ ചെയ്യുന്നത് അല്ല. വിവാഹം എന്നത് വിശുദ്ധമായ ഒരു ബന്ധമാണ്. സെക്സ് എന്നത് വിശുദ്ധമായ ഒരു ബന്ധമാണ്. അത് വിവാഹ
മധ്യത്തിൽ ഉണ്ടായിരിക്കേണ്ടതായ രഹസ്യമായൊരു വിഷയമാണ്. എന്നാൽ അതിനെ ഇന്ന് പരസ്യമാക്കിയിട്ട് തന്നിഷ്ടപ്രകാരം ജീവിക്കുന്നത് മൂലമായി സമൂഹത്തിൽ എത്രയോ പ്രശ്നങ്ങളാണ് കണ്ടുവരുന്നത്. വ്യഭിചാരം ചെയ്യാൻ പാടില്ല 10 കൽപ്പനകളിൽ ഒരു കൽപ്പനയാണ്. നിങ്ങൾ ലേവ്യ പുസ്തകം വായിച്ചാൽ മനസ്സിലാകും. സ്ത്രീയോട് എന്ന പോലെ പുരുഷനോടുകൂടെ ശയിക്കരുത്. പുരുഷൻ സ്ത്രീവേഷം ധരിക്കാൻ പാടില്ല. സ്ത്രീ പുരുഷന്റെ വേഷം ധരിക്കരുത്. യാതൊരു മൃഗത്തോടും കൂടെ ശയിച്ചുകൊണ്ട് അതിനാൽ നിന്നെ അശുദ്ധനാക്കി മാറ്റരുത്. യഥാർത്ഥത്തിൽ എയ്ഡ്സ് എന്ന രോഗം ലോകത്തിൽ എങ്ങനെ വന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ആഫ്രിക്കൻ രാജ്യത്ത് എവിടെയോ ഉള്ളതായ ഒരു വ്യക്തി ഒരു കുരങ്ങുമായി ചെയ്തതായ സമ്പർക്കം മൂലമായി അതങ്ങനെയാ ആ രോഗാണുക്കൾ അവിടെ നിന്ന് പടർന്നു പിടിച്ച് അത് വെസ്റ്റേൺ കൺട്രീസിലേക്ക് പോയിട്ട് ഈസ്റ്റേൺ കൺട്രീസിലേക്ക് വന്നു. നാം ഇപ്പോൾ ഗ്രാമത്തിൽ ചെന്നാൽ പോലും, ഞാൻ ഒരു ഗ്രാമത്തിൽ ചെന്നപ്പോൾ അവിടെയുള്ള ആളുകൾ ഇപ്രകാരം പറയാനിടയായി, ആ ഗ്രാമത്തിലുള്ള അനേകം ആളുകൾക്ക് എയ്ഡ്സ് രോഗമുണ്ട് എന്ന്. വിവാഹബന്ധം വിശുദ്ധമായി നോക്കാതെ തന്നിഷ്ടപ്രകാരം പരസ്ത്രീയോടും പരപുരുഷനോടും കൂടെ ജീവിക്കുമ്പോൾ, പുരുഷൻ പുരുഷനോടൊപ്പം ജീവിക്കുമ്പോൾ അതൊരു ഗൗരവമായ നീചമായ എയ്ഡ്സ് രോഗമെന്ന് പറഞ്ഞാൽ എന്താകുന്നു? ഭാരതത്തിൽ ഇപ്പോൾ യുദ്ധം വരികയാണെങ്കിൽ അത് നേരിടുവാൻ സൈന്യമുണ്ട്. ആ സൈനികരെല്ലാം ബലഹീനമായി പോയാൽ അപ്പോൾ യുദ്ധം വരികയാണെങ്കിൽ ആ യുദ്ധത്തെ നേരിടുവാൻ എങ്ങനെ കഴിയും? രാജ്യത്തെ രക്ഷിക്കേണ്ടുന്ന സൈന്യത്തിന് രോഗം വരികയാണെങ്കിൽ എന്താണ് അവസ്ഥ? നിന്റെ ശരീരത്തിൽ ഫോറിൻ ബോഡികൾക്ക് ബാക്ടീരിയകളെ നേരിടുവാനുള്ള ശക്തിയുണ്ട്. എന്തുകൊണ്ട് എയ്ഡ്സ് വരുന്നെന്ന് ചോദിക്കുകയാണെങ്കിൽ നിന്റെ ശരീരത്തിലുണ്ടായിരിക്കുന്ന സൈന്യം രോഗപ്രതിരോധ ശക്തിയെ അത് എഫക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് എയ്ഡ്സ് രോഗിക്ക് ചുമ വരികയാണെങ്കിൽ ആ ചുമ പിന്നെ മാറുകയില്ല. ദഹനക്കേട് വന്നാൽ പിന്നെ അത് മാറില്ല. സ്കിൻ അലർജി വന്നാൽ പിന്നെ അത് മാറില്ല. അതിന് യാതൊരു കുറവും ഉണ്ടാവുകയില്ല. ഇന്നെന്തോ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. എന്നാൽ ഈ കാലത്ത് എത്രയോ ആളുകൾ നീചമായ ഹീനമായ അവസ്ഥയിലേക്ക് വീണു പോകുന്നതായി കാണാം. ചില മാതാപിതാക്കൾ വന്നിട്ട് മക്കളുടെ മുൻപിൽ വെച്ച് പറയുകയാണ്, ബ്രദർ, എനിക്കും എൻ്റെ മകനും എയ്ഡ്സ് ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ ആ കുഞ്ഞിനെ നോക്കുമ്പോൾ എൻ്റെ ഹൃദയം തകർന്നു. എന്തുകൊണ്ടാണ് മക്കളുടെ മുൻപിൽ വെച്ച് അങ്ങനെ പറയുന്നത്? ആ കുഞ്ഞിനെ എന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിയുമോ? അവൻ എന്ത് വിചാരിക്കും? എത്രമാത്രം സങ്കടമുണ്ടാകും? എത്രമാത്രം ഭാരമുണ്ടാകും? ഭർത്താവ് എവിടെ നിന്ന് ചോദിച്ചാൽ പറയും, ഭർത്താവ് എനിക്കിത് നൽകിയിട്ട് മരിച്ചെന്ന്. എന്താണ്? അപ്പോൾ വയറ്റിൽ കിടന്ന ഈ കുഞ്ഞിനെ അത് ബാധിച്ചു. ആ കുഞ്ഞിനെ പിന്നെ അവർ പ്രസവിച്ചു. ആ മാതാവ് പിന്നീട് നിലവിളിക്കുകയാണ്. എത്രയോ കുടുംബങ്ങൾ ഇങ്ങനെയുള്ള അവസ്ഥകൾ കാണുന്നുണ്ട്. വിവാഹമെന്നത് തന്നിഷ്ടപ്രകാരം ജീവിക്കുന്നതല്ല. വിവാഹമെന്നത് വിശുദ്ധമായ ബന്ധമാണ്. വിവാഹമെന്നത് മരണം വരെയും വേർപിരിയാതെ ഒരുമിച്ച് ജീവിക്കേണ്ടതായ വിഷയമാണ്. സാധാരണ ഒരു ഷോപ്പിൽ നാം ചെന്നിട്ട് ഒരു സാരി വാങ്ങണമെന്നുണ്ടെങ്കിൽ എത്ര സാരികൾ നിങ്ങൾ തിരിയുവാൻ ഇടയാകും? ഏകദേശം ഒരു 100 സാരിയെങ്കിലും നോക്കും. എന്നിട്ട് അതൊന്ന് ഉടുത്തു നോക്കും. പിന്നെ അത് വെളിച്ചത്ത് കൊണ്ടുവന്ന് നോക്കും. പിന്നെ അതിൻ്റെ സൈഡും നോക്കും. പിന്നെ അതിൻ്റെ ബോർഡർ ശരിയാണെന്ന് നോക്കും. അയ്യോ, എല്ലാം നന്നായി നോക്കിയിട്ട് വീണ്ടും വീട്ടിൽ വന്ന് ഉടുത്തു നോക്കി വീട്ടിലെ ലൈറ്റ് നോക്കുമ്പോൾ അത് ശരിയല്ലെന്ന് പറഞ്ഞ് വീണ്ടും കൊണ്ടുകൊടുക്കാനിടയാകും. എക്സ്ചേഞ്ച്. ഇപ്പോൾ എല്ലാ കടകളിലും എക്സ്ചേഞ്ച് ഉണ്ട്. കാരണം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഇതിനെക്കാട്ട് വില കൂടി പിന്നെ വാങ്ങിക്കുന്നതുകൊണ്ട് അവർക്ക് വീണ്ടും കൂടുതൽ ലാഭം കിട്ടും. എക്സ്ചേഞ്ച് എല്ലായിടത്തും ഉണ്ട്. അങ്ങനെ എന്താണ്? എത്രയോ ആളുകൾ കാർ വാങ്ങുന്ന സമയത്ത്, ബൈക്ക് വാങ്ങുന്ന സമയത്ത്, വീടിന് സ്ഥലം വാങ്ങുന്ന സമയത്ത് എത്രയോ പരിശോധനകൾ നടത്തും. എത്രയോ ഡോക്യുമെന്റ്സുകൾ പരിശോധിക്കും. എത്രയോ ലോയർമാരുടെ അടുക്കൽ ചെന്ന് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും. അങ്ങനെ എല്ലാം പരിശോധിച്ച് നോക്കാതെ നിങ്ങൾ എന്തെങ്കിലും സ്വന്തമാക്കാൻ ശ്രമിക്കുമോ? ശാശ്വത കാലം നിന്നോടുകൂടെ ജീവിക്കേണ്ട ഒരു വ്യക്തിയെ നീ തിരഞ്ഞെടുക്കേണ്ടതായി വരുമ്പോൾ എന്താകുന്നു? ഇന്നുള്ള മക്കളെ നോക്കിയാൽ അവർ മാതാപിതാക്കൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നില്ല. എന്നാൽ ഇന്നെനിക്ക് ഒരുപാട് സങ്കടം തോന്നി, ഒരുപാട് വിഷമം ഉണ്ടാകാനിടയായി. 3 പേർ എൻ്റെ അടുക്ക് വന്നു. അവർ രക്ഷകർത്താക്കൾ ആയിരുന്നു. പറഞ്ഞു, ഞങ്ങളുടെ മകളാണ്, ആരെയോ ഇഷ്ടപ്പെടുന്നുവെന്ന് പറയുന്നു. വേണ്ട എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്നില്ല. ഫോണിൽ സംസാരിക്കുന്നുണ്ട്. പാസ്റ്റർ ഒന്ന് പറയൂ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നു. എന്താ മോളെ? ഞാൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു, എന്താണ് പഠിക്കുന്നത്? ഇന്റർമീഡിയറ്റ്. ആ ഇന്റർമീഡിയറ്റ് പഠിക്കുന്നതായ പ്രായത്തിൽ നിനക്ക് എന്തറിയാം ജീവിതത്തെക്കുറിച്ച്? എന്താണ് പ്രേമമെന്ന് വെച്ചാൽ? പ്രേമമെന്ന് വെച്ചാൽ എന്താണ്? ഏതൊരു പയ്യൻ നല്ലതായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞ പിന്നെ അവനോടുകൂടെ ജീവിതകാലം മുഴുവൻ താമസിക്കണമെന്ന് തീരുമാനിക്കുന്നതാണോ? ആ പയ്യൻ എന്ത് ചെയ്യാണ് മോളെ? 7ാം ക്ലാസ്സിൽ തോറ്റു. എന്താണ്? 7ാം ക്ലാസ്സിൽ തോറ്റുപോയ ആ പയ്യനുമായിട്ട് ഇന്റർമീഡിയറ്റ് പഠിക്കുന്നതായ പെൺകുട്ടി, എന്താണ് ബന്ധം നിനക്ക്? ഇപ്പോൾ നിനക്ക് എത്ര വയസ്സുണ്ട്? 20 വയസ്സ്. എന്താണ് നീ ചെയ്യുന്നത്? നിന്നെ പെറ്റു വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾ നിനക്ക് നന്മ ചെയ്യുമോ തിന്മ ചെയ്യുമോ? അവർ പറയുന്നത് നല്ലതാണോ അല്ലയോ? ഒന്നും പറയുന്നില്ല. അവളൊന്നും പറയത്തില്ല. ഞങ്ങൾ ചോദിച്ചാലും ഒന്നും പറയത്തില്ല എന്ന് അവളുടെ അമ്മയും പറയുന്നുണ്ട്. ഞാനൊന്നു മാത്രം കുട്ടിയോട് ചോദിച്ചു, മകളെ, നീ ചെയ്യുന്നത് തെറ്റാണെന്ന് നിന്റെ മനസ്സാക്ഷി നിന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു.
ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്ക് അറിയാം. അങ്ങനെയുള്ള ആളുകളെ നാം ബലം പ്രയോഗിച്ച് വിവാഹം നടത്തിക്കൊടുക്കുവാൻ പാടില്ല. അതുപോലെ ബലപ്രയോഗത്തിൽ ഒരു വ്യക്തിയുടെ മനസ്സിനെ നമുക്ക് മാറ്റുവാനും കഴിയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ, ഞാൻ കൂടുതലൊന്നും തന്നെ അവളോട് സംസാരിച്ചില്ല. ഞാൻ ഒന്ന് മാത്രം പറഞ്ഞു, മകളെ, ഇപ്പോൾ നീ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ആ ബന്ധം അവസാനിപ്പിക്കുക. ആ വ്യക്തിയെ അവോയ്ഡ് ചെയ്യൂ. 2, നീ പ്രാർത്ഥിക്കുക. 3, വചനം നീ ഇരുന്ന് കേൾക്കുക, വീണ്ടും കേൾക്കുക. വചനം കേൾക്കുന്ന സമയത്ത് നിനക്ക് വിടുതൽ ലഭിക്കും. അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയദൃഷ്ടികളെ പ്രകാശിപ്പിക്കും. നമുക്ക് ജ്ഞാനം ലഭിക്കും. ഇന്ന് അനേകം യൗവനക്കാർക്ക് കൗൺസിലിംഗ് ആവശ്യമായി വരുന്നു. ഞാൻ ഇന്നൊരു ഏകദേശം 10-15 പേർക്ക് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട്. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ അവരുടെ കഷ്ടപ്പാട് മനസ്സിലാക്കി, ദുഃഖം മനസ്സിലാക്കി, നിങ്ങൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് ഉപദേശങ്ങൾ കൊടുത്തു. അവർക്കൊരു സന്ദേശം ഞാൻ പറഞ്ഞു കൊടുത്തു. ചില ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്താണ്? ഈ കാലത്തിലുള്ള യൗവനക്കാർ വിവാഹമെന്ന് പറഞ്ഞ് എടുത്തു ചാടുകയാണ് ചെയ്യുന്നത്. ഈ കോളേജിലൊക്കെ പോകുന്നത് കൊണ്ട്, ഈ സിനിമകൾ കാണുന്നത് കൊണ്ട്, സിനിമയിൽ കാണുന്ന വിവാഹത്തിനും യഥാർത്ഥ വിവാഹത്തിനും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. സത്യം എന്താണെന്ന് വെച്ചാൽ, സിനിമകളിൽ പോലും മാതാപിതാക്കൾക്ക് അവർ ശരിയായ വില കൽപ്പിക്കുന്നില്ല. ശരിയാണോ മോളെ? ആരെങ്കിലും ഉവെന്ന് പറഞ്ഞാൽ ഞാൻ സിനിമ കാണുമെന്ന് വിചാരിച്ചുകൊണ്ട് ഒന്നും മിണ്ടാതിരിക്കുകയാണല്ലേ. എന്തോ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ സിനിമ കണ്ടിട്ടുണ്ട്. അന്നു മുതൽ മനുഷ്യർ മാറിയെങ്കിലും, ആക്ടേഴ്സ് മാറിയെങ്കിലും, കളർ ഫിലിംസ് വന്നുവെങ്കിലും, ഡാൻസുകൾ മാറിയെങ്കിലും, ടൈറ്റിൽസുകൾ മാറിയെങ്കിലും, വിഷയം എല്ലാത്തിലും ഒന്നു തന്നെ ആയിരിക്കും. ആ പ്രേമവിവാഹ ബന്ധങ്ങൾ ഇല്ലാത്തതായിട്ടുള്ള ഒരു സിനിമ പോലും ഇന്ന് നമുക്ക് കാണാൻ കഴിയില്ല. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടായിരിക്കണം. അവളുടെ അപ്പനോ ഇവന്റെ അപ്പനോ ആരെങ്കിലും വിവാഹത്തെ എതിർക്കുന്നവരുണ്ടായിരിക്കണം. ആരെങ്കിലും ഒരു വില്ലൻ ഉണ്ടായിരിക്കണം. അവൻ ഡിഷ്കു എന്ന് വെച്ചാൽ 30 പേർ ചത്തു വീഴണം. ഇതേ കഥയെടുത്തിട്ടുണ്ട്. കളറൊക്കെ മാറ്റിയിട്ട് നല്ല എഫക്റ്റ് ഒക്കെ ഇട്ട് പല രീതിയിൽ കാണിക്കുമ്പോൾ അത് പണം കൊടുത്തിട്ട് ആളുകൾ വന്നിട്ട് കുത്തിയിരുന്ന് കാണുന്നു. എത്ര നേരം കണ്ടാലും അവസാനം ശുഭം, നമ്മൾ വീട്ടിൽ പോകും. അതിൽ പഠിക്കുവാൻ നമുക്ക് എന്താണ് ഉള്ളത്? എന്താണ് പ്രാക്ടിക്കലായിട്ട് ചെയ്യുവാൻ? ഒന്നും കാണില്ല. യൗവനക്കാർ സിനിമ കാണാൻ വേണ്ടി പോകുന്നു, സിനിമ പാട്ടുകൾ കേൾക്കുന്നു. അതാണ് പ്രേമമെന്ന് വിചാരിക്കുന്നു. അവിടെയാണ് നിങ്ങൾ വീണു പോകുന്നത്, തെറ്റുപറ്റുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കൾ ചീത്ത കൂട്ടുകെട്ടുകൾ കൂടരുത്. അവിശ്വാസികളുമായി ഇണയിലപ്പിണ കൂടരുത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. പാപികൾ ഇരിക്കുന്ന സിനിമാ ഹാളുകളിൽ പോയി ഇരിക്കരുത്. അങ്ങനെയില്ല, ഞങ്ങൾ സിനിമ കാണാൻ നിർത്തിയിട്ട് ഒരുപാട് കാലമായിരിക്കുന്നു. സിനിമാ ഹാളിൽ പോയിട്ട്, സിനിമാ ഹാൾ നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു. എല്ലാ വീടുകളിലും ഓരോ ഹോം തിയേറ്റർ നേരത്തെ അവിടെയായിരുന്നു. ഇപ്പോൾ തിയേറ്റർ എവിടേക്ക് വന്നിരിക്കുന്നു? ഹോമിലേക്ക് വന്നിരിക്കുന്നു. എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു, ഇപ്പോഴാണ് മനസ്സിലായിരുന്നത്. നമുക്ക് യൂട്യൂബിൽ കാണുന്ന മെസ്സേജുകളും ടി വിയിൽ കാണുവാൻ കഴിയുമെന്ന്. ഇപ്പോൾ ലേറ്റസ്റ്റ് ടി വിയിൽ ആ സൗകര്യമുണ്ട്. ഫോണിൽ ഞെക്കിയാൽ അവിടെ കാണാൻ കഴിയും. ഇതിൽ കാണുന്നത് അതിലും കാണാൻ കഴിയും. അതായത് ഇതിലുള്ള സിനിമയും നമുക്ക് ടി വിയിൽ കാണാൻ കഴിയുമെന്ന്. ജിയോയിലോ മറ്റെങ്ങോ ഫ്രീ ആയിട്ട് സിനിമകൾ കാണിക്കുന്നുണ്ടല്ലോ. എത്ര വേണമെങ്കിലും കാണാമെന്നാണ്. എന്താണ്, വളരെ ചീപ്പായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ചീപ്പായിട്ട് കിട്ടിയതും പറഞ്ഞിട്ട് അന്തേ വിവാഹം കഴിച്ചപ്പോൾ അവൾ 160 കുടം തല്ലിപ്പൊട്ടിക്കുവാനിടയായെന്ന്. ഓരോ പഴഞ്ചൊല്ലുകൾ. എന്താണ്? അതായത് പണം കൊടുക്കേണ്ട എന്ന് പറഞ്ഞ് ആ കാലത്ത് വിവാഹം കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് സ്ത്രീധനം കൊടുക്കണമായിരുന്നു. നാളെ നമ്മുടെ രാജ്യത്തും അങ്ങനെ ഉണ്ടാകാം. ഇപ്പോൾ പെൺകുഞ്ഞുങ്ങൾ വേണ്ട എന്നാണല്ലോ എല്ലാവരും പറയുന്നത്. അവസാനം ആൺകുട്ടികൾ കൂടിപ്പോയി പെൺകുട്ടികൾ കുറഞ്ഞു പോവുകയാണെങ്കിൽ വിവാഹത്തിന് അങ്ങോട്ട് സ്ത്രീധനം കൊടുക്കേണ്ടതായിട്ട് വരും. എന്താണ് അങ്ങനെ സ്ത്രീധനം കൊടുക്കേണ്ടെന്ന് പറഞ്ഞ് ഒരു അന്ധയെ വിവാഹം കഴിച്ചു. അവൾ എന്താണ് ചെയ്യുന്നത്? എല്ലാ ദിവസവും ഓരോ കുടം തല്ലിപ്പൊട്ടിക്കുകയാണ്. അവസാനം വലിയ നഷ്ടമുണ്ടായി. തെറ്റായ രീതിയിൽ ചിന്തിച്ച്, തെറ്റായ കണക്കുകൂട്ടലുകൾ കൂട്ടിക്കൊണ്ട്, കള്ള സ്നേഹങ്ങളെ, ശരീരത്തിൻ്റെ മോഹങ്ങളെയൊക്കെ പ്രേമമാണെന്ന് പറഞ്ഞ് തെറ്റായ ചുവടുകൾ വയ്ക്കുന്നു. ജാഗ്രത, യൗവനക്കാരായിരിക്കുന്ന മക്കളെ ജാഗ്രത. വിവാഹ വിഷയം നിങ്ങളുടേത് അല്ല. വിവാഹം തീരുമാനിക്കേണ്ടത് നിങ്ങൾ അല്ല. എൻ്റെ വിവാഹ കാര്യം എൻ്റെ അപ്പനും അമ്മയും തീരുമാനിക്കും എന്നുള്ളത് നിങ്ങളുടെ ഹൃദയത്തിൽ മുദ്ര ചെയ്യേണ്ടതാണ്. ആരെങ്കിലും വന്നിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ, ഓഹോ, എൻ്റെ പിതാവിനോട് വന്ന് സംസാരിക്കൂ എന്ന് പറയണം. എൻ്റെ അമ്മയോട് വന്ന് സംസാരിക്കൂ. നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ വിവാഹകാര്യം എൻ്റെ കയ്യിലല്ല ഉള്ളത്. എന്നെ പെറ്റ് എന്നെ വളർത്തിയ വലുതാക്കിയ മാതാപിതാക്കളുടെ കയ്യിലാണ് ഉള്ളത്. അവരോട് പോയി പറയൂ.
അവന് ധൈര്യമുണ്ടെങ്കിൽ നിന്റെ മാതാപിതാക്കളോട് വന്ന് സംസാരിക്കും. ആവശ്യമാണെങ്കിൽ, അവന് ഇഷ്ടമാണെങ്കിൽ നിനക്ക് കല്യാണം കഴിക്കാനും കഴിയും. അതല്ലാതെ അച്ഛൻ വരുന്നുണ്ട്, അമ്മ വരുന്നുണ്ട് എന്ന് പറയുന്നത് കള്ളസ്നേഹമല്ലേ? എന്താണ്? ആരും കാണാതെ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചിട്ട് പുതപ്പ് മൂടിയിട്ടിട്ട് പുതപ്പിനകത്ത് നിന്ന് ഫോണിൽ സംസാരിക്കുമെന്നാണ്. അമ്മ ചോദിക്കും, എന്താണ് മോളെ? ഒന്നുമില്ല, കൊതുക് കടിക്കുന്നുണ്ട്. ഏത് കൊതുകാണ് നിന്റെ ചെവിയിൽ കയറിയത്? ആ വീട്ടിലെ കൊതുക് ഇങ്ങോട്ട് എന്തിനാണ് വന്നത്? എന്താണ്? ഇന്ന് ഏറ്റവും കൂടുതൽ പാപം നടക്കുന്നതിന് കാരണം ഈ സെൽഫോൺ ആകുന്നു. ഏറ്റവും കൂടുതൽ കുഴപ്പങ്ങൾക്ക് കാരണം ആ സെൽഫോൺ നിനക്ക് കൺട്രോൾ ചെയ്യുവാൻ കഴിയില്ലെങ്കിൽ കുപ്പയിൽ കളയുക. അയ്യോ, ഇപ്പോഴാണ് 50,000 രൂപ കൊടുത്ത് വാങ്ങി, എങ്ങനെയാണ് കുപ്പയിൽ കളയുന്നത്? ശരി, ആ സെൽഫോൺ നീ കൂടെ നരകത്തിൽ തന്നെ പോവുക. 50,000 ആണോ നിനക്ക് മുഖ്യം? നരകത്തിൽ പോകാതിരിക്കുന്നതാണോ മുഖ്യം? നിന്റെ സെല്ല് നിനക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഇവൾ 24 മണിക്കൂറും ഫോണും പിടിച്ചുകൊണ്ടിരിപ്പാണ് ഇവിടെ പണി. അവളുടെ അമ്മ വന്ന് പറയുകയാണ്, ലോക്ക് ചെയ്ത് വയ്ക്കാൻ ഇടയായി. ആരോടാണ് സംസാരിക്കുന്നതിന് വേണ്ടി നോക്കാൻ? ആ ലോക്ക് അഴിക്കാൻ പറയൂ പാസ്റ്റർ. എന്തിനാണ് നിങ്ങൾ ആ ലോക്ക് അഴിക്കുന്നത്? അതിൽ അനാവശ്യമായ കാര്യങ്ങളുണ്ട്. എന്തിനാണ് ആവശ്യമില്ലാതെ കാണുന്നത്? എന്താ മോളെ, അത് തെറ്റല്ലേ? എന്തിനാണ് സെൽഫോണിൽ സംസാരിക്കുന്നത്? ഏതാണ് ആ പയ്യൻ? അത് തെറ്റല്ലേ? കൊടുക്കൂ, ആ സെൽഫോൺ ഈ തന്നേക്കൂ, എൻ്റെ കയ്യിൽ തരുമെന്ന് അപ്പോൾ തന്നു. ഞാൻ നോക്കില്ല മോളെ, ഒന്നും തന്നെ നോക്കില്ല. നീ 3 ദിവസം പോയി ഉപവസിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. വെള്ളിയാഴ്ചയാണ് ഞാൻ ഫോൺ വാങ്ങിച്ചത്, നീ ഞായറാഴ്ച വന്നിട്ട് തിരിച്ചു വാങ്ങിക്കൂ എന്ന് പറഞ്ഞു. എന്നാൽ ഒരു കാര്യം, നിന്റെ സെല്ലിനെ നീ റീസെറ്റ് ചെയ്യണം. മൊത്തം നീ എറേസ് ചെയ്തിട്ട് കളയണം. ഒരു പുതിയ ജീവിതം ആരംഭിക്കണം എന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ഈ ആഴ്ച വീണ്ടും അവൾ വരേണ്ടതാണ്. വരുമോ എന്ന് നമുക്ക് നോക്കാം. ചില ആളുകൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ അത് കണ്ടിന്യൂറ്റി ചെയ്യേണ്ടതാണ്. എന്താണ്? അവരെ പിന്തുടർന്നുകൊണ്ടേയിരുന്നാൽ, കാരണം പിശാച് മനുഷ്യനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ട്? ദൈവമക്കളായിരിക്കുന്ന നാം, മാതാപിതാക്കളായിരിക്കുന്ന നാം നമ്മുടെ മക്കളെ പിന്തുടരാൻ പാടില്ല? അവരെ ശ്രദ്ധിക്കാതെ ഇരിക്കണം. തെറ്റിപ്പോകുന്നത് വരെ എന്തിനെ കാക്കണം? ആദ്യം തന്നെ സംസാരിക്കുകയായിരുന്നെങ്കിൽ ആ ബന്ധം അവർ കട്ട് ചെയ്യത്തില്ലായിരുന്നോ? 3 വർഷമായിട്ട് സംസാരിക്കുകയാണെന്ന് ഇപ്പോൾ വന്ന് എന്തിനാണ് പറയുന്നത് ഞാൻ ചോദിച്ചു. 3 വർഷമായിട്ട് സംസാരിക്കുമ്പോൾ ഇപ്പോൾ വന്ന് എന്തിനാണ് പറയുന്നത്? എന്താണ്? നിങ്ങൾക്ക് അസുഖമുണ്ടായെന്ന് വിചാരിക്കുക. എപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്? 21 ദിവസമായിട്ട് ടൈഫോയിഡാന്ന് പറഞ്ഞിട്ട് 21ാമത്തെ ദിവസം ഹോസ്പിറ്റലിൽ പോവുകയാണെന്ന് വിചാരിക്കൂ. എന്ത് ട്രീറ്റ്മെന്റ് ചെയ്യുവാൻ കഴിയും? ലിവർ പ്രവർത്തിക്കുന്നില്ല, ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പറയും ഡോക്ടർ. എന്താണ്? നാം ശ്രദ്ധിക്കണം. ഒരു നല്ല മാതാവ് വീട്ടിലുള്ള മക്കളുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കും. ഒരു പിതാവ് തൻ്റെ മക്കളെ അച്ചടക്കത്തോടെ നടത്തും. വിവാഹത്തിൻ്റെ കാര്യം വരുന്ന സമയത്ത് നീ പറയുന്ന കാര്യം നടക്കണമെന്ന് നീ വിചാരിക്കും. എന്നാൽ അന്നുവരെയും നിങ്ങൾ അവരെ പരിഗണിച്ചിരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ പറയുന്നതായ മാച്ചിനെ, നീ കാണിക്കുന്നതായ വ്യക്തിയെ, നീ കാണിക്കുന്ന വിവാഹത്തിനെ വേണ്ട എന്ന് പറയും. അവരുടെ ജീവിതങ്ങളെ നശിപ്പിച്ച് കളയും. അബ്രഹാമിൻ്റെ മകനെ വിവാഹം കഴിപ്പിക്കേണ്ടി വന്ന സമയത്ത് അദ്ദേഹം പോയില്ല. ആരെയാണ് അയച്ചതെന്ന് അറിയാമോ? തൻ്റെ പ്രധാന ദാസനെ അയക്കുവാനിടയായി. ആ ഏലിയാസർ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. പ്രാർത്ഥനാ മനുഷ്യനായവൻ എൻ്റെ മകനൊരു വിവാഹ ബന്ധത്തെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥനാ മനുഷ്യനെയാണ് അറിയിച്ചത്. വിവാഹ ബ്യൂറോകളെ അല്ല, മാട്രിമോണിക്കാരെ അല്ല. ദൈവത്തിൻ്റെ സഭയിൽ ദൈവദാസന്മാരോട് നിങ്ങൾ പറയൂ, ദൈവസന്നിധിയിൽ നിങ്ങൾ ഈ വിഷയം വെച്ച് പ്രാർത്ഥിക്കുക. വീട് പണി നടക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വീണുകിടന്ന് പ്രാർത്ഥിക്കുന്നത്? ജോലി കിട്ടുന്നതിന് വേണ്ടി എങ്ങനെയാണോ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്? മരണക്കിടക്കയിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മകന് ആക്സിഡന്റ് നടക്കുമ്പോൾ എങ്ങനെയാണ് കർത്താവേ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്? വിവാഹക്കാര്യം വരുമ്പോഴും അത്രമാത്രം സീരിയസ് ആയിട്ട് ആ വിഷയത്തെ നിങ്ങൾ എടുക്കണം. അതിനേക്കാൾ സീരിയസ് ആയിട്ട് ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. യൗവനക്കാരായ മക്കളെ, പ്രേമമെന്ന് പറഞ്ഞ്, ഇഷ്ടമെന്ന് പറഞ്ഞ്, ലവ് എന്ന് പറഞ്ഞ് ആൺകുട്ടിയോടും പെൺകുട്ടിയോടും അനാവശ്യമായ സംസാരങ്ങൾ സംസാരിക്കുന്നുവെങ്കിൽ ഈ ദിവസം നിന്റെ മനസ്സ് മാറ്റുക. നീ തെറ്റായ മാർഗത്തിലാണ് ആയിരിക്കുന്നത്. നീ ഒരു കെണിയിൽ അകപ്പെട്ടി ഇരിക്കുകയാണ്. ഒരു ട്രാപ്പിൽ നീ കുടുങ്ങിയിരിക്കുന്നു. രക്ഷപ്പെടുവാൻ കഴിയാത്ത അവസ്ഥ വരുന്നതിന് മുൻപേ കർത്താവിനോട് നിലവിളിക്കൂ. കർത്താവേ, എൻ്റെ തെറ്റായ മോഹങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എൻ്റെ തെറ്റായ ആശകളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എൻ്റെ ശരീരത്തെ വിശുദ്ധിയോടെ കാക്കുവാൻ എന്നെ നീ സഹായിക്കണമേ. എൻ്റെ കന്യകാത്വം കാത്തു സൂക്ഷിക്കുവാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ വിശുദ്ധിയെ കാക്കുവാൻ എന്നെ നീ സഹായിക്കണമേ. പാപത്താൽ എൻ്റെ ശരീരത്തെ മലിനമാക്കാതെ എൻ്റെ കർത്താവിന് എൻ്റെ ശരീരത്തെ സമർപ്പിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ തന്നെ തെറ്റായ ബന്ധങ്ങളിൽ പെട്ടിട്ട് തെറ്റ് ചെയ്യുന്ന ആളുകളുമായി ബന്ധം സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ ഇന്നു തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ
ഒരു വിടുതലിനു വേണ്ടി നിലവിളിക്കുക. നിനക്കൊരു പുതിയ ഹൃദയം തന്നുകൊണ്ട് ഒരു പുതിയ വ്യക്തിയായി നിന്നെ തീർത്ത് കർത്താവിന്റെ ഹിതപ്രകാരം നിന്നെ നടത്തുവാൻ അവൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ 2 കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നീ ഞങ്ങളെ ദർശിക്കണമേ. ഇവിടെയായിരിക്കുന്ന ഞങ്ങളുടെ യൗവനക്കാരെ നീ കാക്കണമേ. യൗവനക്കാരെ എല്ലാം നീ ദർശിക്കണമേ. ചെറുപ്പം മുതൽ അവരെ പെറ്റു വളർത്തി വലുതാക്കിയതായ മാതാപിതാക്കളെ എതിർത്ത് അവരുടെ ശാപം വരുത്തിവെക്കാതെ, മാതാപിതാക്കളെ അനുസരിക്കുവാൻ, അവരെ ദുഷിക്കാതെ ഇരിക്കുവാൻ കർത്താവെ, ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് കർത്താവെ, അവരുടെ വിവാഹം നിന്റെ ഹിതപ്രകാരം നടക്കേണ്ടതിന് അവർക്ക് തീരുമാനമെടുക്കുവാൻ അവരെ സഹായിക്കണമേ. എല്ലാ തെറ്റായ രീതിയിലുള്ള കൂട്ടുകെട്ടുകളിൽ നിന്നും യൗവനക്കാരായ ഞങ്ങളുടെ മക്കളെ നസറേന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് ഞങ്ങളുടെ പിതാവേ. ആ ഫോൺ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിക്കണമേ ദൈവമേ. ആ ഫോൺ പ്രേമത്തിൽ നിന്ന് വിടുവിക്കണമേ ദൈവമേ. ഫേസ്ബുക്ക്, യൂട്യൂബ് വഴിയുള്ള പ്രേമത്തിൽ നിന്ന് വിടുവിക്കണമേ ദൈവമേ. യഥാർത്ഥമായ സ്നേഹം, സത്യമായ സ്നേഹം, ശാശ്വതമായ സ്നേഹം, പിതാവേ, നിസ്വാർത്ഥമായ സ്നേഹം, പവിത്രമായ സ്നേഹം, യഥാർത്ഥമായ സ്നേഹം കുടുംബത്തിൽ ഉണ്ടാകുന്നതിനായി നിന്റെ ഹിതപ്രകാരം വിവാഹം നടക്കുവാൻ സഹായിക്കണമേ. നിന്റെ സന്നിധിയിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ, തന്മൂലം അനുഗ്രഹം പ്രാപിക്കുവാൻ സഹായിക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.